അമലോത്ഭവയാം മാതാവേ നീ പാവന പാദം ചേരുന്നു കണ്ടകാലയമേ കന്യാമ്പേ സുലോകത്തിൻ വാതിൽ നീ കഥനം തിങ്ങിതാ ഞങ്ങൾ നിറകണ്ണുകളോടെ കേഴുന്നു കരുണ നിറഞ്ഞൊരു നാഥേ നീ വിരവോട് തൃക്കൺ പാർക്കണമേ വിരവോട് തൃക്കൺ പാർക്കണമേ. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. കരങ്ങളെ തുറന്നു പിടിക്കാം, കണ്ണുകളടയ്ക്കാം. ഈ കുടികൊള്ളുന്ന പാപത്തിൻ്റെ ശക്തിയുടെ മേൽ, രോഗത്തിൻ്റെ ശക്തിയുടെ മേൽ, ശാപത്തിൻ്റെ ശക്തിയുടെ മേൽ, സതാൻ്റെ ശക്തിയുടെ മേൽ കർത്താവേ അഗ്നി അയക്കണമേ. ഇതാണ് നമ്മൾ പാടിയത്. അഗ്നി വചനമാണ്. വചനമെന്ന് അഗ്നി അയച്ച് അവയെല്ലാം തകർത്ത് കളയണമേ. എൻ്റെ ഹൃദയത്തെ സ്വതന്ത്രമാക്കണമേ. എൻ്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കണമേ. നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും, നമ്മളെ ഞെരുക്കുന്ന എല്ലാ അവസ്ഥകളും, എല്ലാ പ്രശ്നങ്ങളും, നമ്മളെന്തെല്ലാം വേദനയും ഭാരവുമായിട്ടാണ് കടന്നു വന്നത്. ഇവിടെ കർത്താവ് നമ്മോട് പറയുന്നു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മൾ ഈശോയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഭവനത്തിൽ ഇവിടെ ഈശോയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ഇവിടെ പിതാവുണ്ട്. സ്വർഗത്തിൻ്റെ വലിയ ആധിപത്യം ഇവിടെ ഉണ്ട്. അതിനാൽ നമുക്ക് നമ്മുടെ എല്ലാ വേദനകളും, നമ്മുടെ എല്ലാ ഭാരങ്ങളും നമുക്കിവിടെ ഇറക്കി വയ്ക്കാം. അതിനെക്കുറിച്ച് ആകുലപ്പെട്ട് വേദനിച്ച് വീണ്ടും വീണ്ടും നിൻ്റെ ഓർമ്മകളും ചിന്തകളിലും ആ ഞെരുക്കങ്ങളിലേക്ക് നീ വീണ്ടും പോയാൽ ഈ അഭിഷേകത്തിനെ രക്ഷിക്കാൻ സഹായിക്കാൻ പറ്റാതെ വരും. അതിനാൽ എല്ലാ ഭാരങ്ങളും ഇത് കർത്താവ് പിടികൊണ്ട് കർത്താവിൻ്റെ കാൽക്കൽ ഇറക്കി വെക്കണം. ഈശോ, ഇതാ ഞാൻ അങ്ങേക്ക് തരുന്നു, എൻ്റെ എല്ലാ വേദനയും അങ്ങേ സമർപ്പിക്കുന്നു കർത്താവ് എന്ന് താണ്ട് പറയണം. ഹൃദയത്തിൽ എന്തൊക്കെയാണ് എന്നെ ഞെരുക്കുന്നത്? സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, കടഭാരങ്ങളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, രോഗങ്ങളോ എന്തായിരുന്നാലും ഈശോ, എല്ലാം ഇത് ഞാൻ അങ്ങയുടെ പാദങ്ങൾ ഇറക്കി വെക്കുകയാണ്. ഞാനിതെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു കർത്താവേ. കാരണം വചനം ആവശ്യപ്പെടുന്നു, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ തന്നെ താങ്ങിക്കൊള്ളും എന്ന് വിശ്വസിക്കുന്ന കർത്താവേ. എൻ്റെ ഭാരങ്ങൾ ഞാൻ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്നു, அவங்க ഏറ്റെടുത്തതിനിടെ നന്ദി പറയുന്നു. ദൈവം, എൻ്റെ ഭാരങ്ങൾക്ക് പുറകിൽ നിന്നുകൊണ്ട് എന്നെ ഞെരുക്കുന്ന എൻ്റെ തലമുറകൾ, എൻ്റെ അടിമകളായ അശുദ്ധാത്മാക്കൾ ഇവരെല്ലാം തരികയാണ് കർത്താവ് ഈശോയെ. എൻ്റെ പിതാക്കന്മാർ, നഷ്ടപ്പെട്ടു പോയ പിതാക്കന്മാർ, പാപം ചെയ്ത് മരിച്ചു പോയവർ, ദൈവത്തെ സ്നേഹിക്കാതെ, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാതെ, വചനം പാലിക്കാതെ പാപം ചെയ്ത് മരിച്ചുപോയി ഞങ്ങളുടെ പിതാക്കന്മാർ. നിങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടി കൂടിയാണ് കർത്താവെ. നിങ്ങളവരെ ഓർക്കുകയാണ്, നിങ്ങളവരെ സമർപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. ഞാൻ ഓരോ പാട്ടും പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും
അതെല്ലാം എൻ്റെ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ ചേർത്ത് വയ്ക്കുന്നു. അവരും അതേപോലെ അങ്ങയെ സ്തുതിക്കുവാനും പാടി ആരാധിക്കുവാനും ഇടയാകട്ടെ. ശരീരമില്ലെങ്കിലും ആത്മാവിൽ ഇതെല്ലാം ചെയ്യാൻ അവർക്ക് കഴിയും. അതിനവർ സ്വതന്ത്രരാകട്ടെ. ദുഷ്ടന്റെ പിടിയിൽ നിന്നും എല്ലാ ആത്മാക്കളും സ്വതന്ത്രരായി യേശുവിനെ ആരാധിക്കാൻ അവർക്കെല്ലാം വിടുതൽ ലഭിക്കട്ടെ. നമുക്ക് നിമിഷം കയ്യിൽ ഉയർത്തി പിടിക്കാം. നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ എല്ലാ തലമുറകളെയും കർത്താവ് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കുരിശിൽ ബലിയായി നമ്മുടെ എല്ലാ പാവങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ട് നമ്മുടെ പാവങ്ങൾക്ക് പരിഹാര ബലിയായി ഈശോ അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ മേലുള്ള ശിക്ഷ നമ്മുടെ പിതാക്കന്മാർക്ക് രക്ഷ നൽകി. അവൻ്റെ മേലുള്ള ശിക്ഷ എല്ലാവർക്കും രക്ഷ നൽകി. അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി ആ രക്ഷ സ്വന്തമാക്കാൻ. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. ആ നാമത്തിൽ വിശ്വസിച്ചാൽ ആ രക്ഷ എല്ലാവർക്കും സൗജന്യമായിട്ട് കൈവശമാക്കാം, കരഗതമാക്കാം. വിശ്വാസമില്ലാത്ത തലമുറകൾ, വിശ്വാസമില്ലാത്ത കുടുംബാംഗങ്ങൾ, വിശ്വാസമില്ലാത്ത ലോകത്തിലെ മനുഷ്യർ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നമ്മുടെ മുമ്പിൽ കാണപ്പെട്ടിരിക്കെ അതിന്നും വിശ്വസിക്കാൻ പറ്റാതെ അതൊരു ബലഹീനത മാത്രമായി, അതിലൊരു ചരിത്രം മാത്രമായി കാണുന്ന മനുഷ്യൻ വാസ്തവത്തിൽ അതിൻ്റെ മഹത്വം തിരിച്ചറിയട്ടെ. ആ കുരിശുമരണത്തിൻ്റെ മഹത്വം എത്ര വലുതായിരുന്നു. ആ കുരിശിലൂടെ യേശു തകർത്ത് കളഞ്ഞ ദുഷ്ടപിശാച്, അവൻ്റെ സാമ്രാജ്യം, യേശു തകർത്ത് കളഞ്ഞ സാത്താൻ, അവൻ്റെ ആധിപത്യങ്ങൾ, യേശു തകർത്ത് കളഞ്ഞ നരകത്തിൻ്റെ ആധിപത്യങ്ങൾ, അവിടെ ഇറങ്ങിയ ആത്മാക്കളെ രക്ഷപ്പെടുത്തിയ യേശുവിൻ്റെ മഹത്വം എല്ലാവരും അറിയട്ടെ. പിതാവേ, എല്ലാവരും കടന്നു ചെല്ലട്ടെ. ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം സ്വതന്ത്രരാകട്ടെ, തലമുറകളെല്ലാം സ്വതന്ത്രരാകട്ടെ, ആത്മാക്കളെല്ലാം കീഴടങ്ങട്ടെ, എല്ലാ ആത്മാക്കളും കീഴടങ്ങട്ടെ. ഇത് രക്ഷയുടെ കവാടമാണ്. ഇത് ആത്മാക്കൾ രക്ഷയുടെ തടാകമാണ്. ഇവിടെ ഈ ജീവന്റെ മണ്ണിൽ, ഈ ജ്ഞാനത്തിൻ്റെ ഭവനത്തിൽ എല്ലാവർക്കും രക്ഷയുണ്ട്. പ്രധാന മലയിലെ കുരിശ്, ആ ഭൗതികമായ കുരിശ് ശത്രുക്കൾ തകർത്ത് കളഞ്ഞെങ്കിലും ഒരു ആത്മീയമായ കുരിശുണ്ട്. ആ കുരിശിൽ അഭയം തേടി വരുന്ന അനേകം ആത്മാക്കളുണ്ട്. കർത്താവിൻ്റെ രക്തം ഇന്നും അവിടെ പെരുമഴയായി പെയ്തിറങ്ങുന്നുണ്ട്. ആത്മാക്കളുടെ മേൽ ആ രക്തം ഒഴുകി ഇറങ്ങുന്നതിനെ സ്തോത്രം ചെയ്യുകയാണ് കർത്താവ്. ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ദൈവമേ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ച ആരെല്ലാം എന്തെല്ലാം ആത്മാക്കൾ നിലവിളിച്ചിട്ടുണ്ടോ അവരെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ അണിനിരക്കട്ടെ. അവരെല്ലാം കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ അണിനിരക്കട്ടെ. സ്പിരിച്വൽ അഭിഷേകത്തിന് മുമ്പിൽ അവർ അണിനിരക്കട്ടെ. ഒരു വചനം കേൾക്കട്ടെ, അവരെ വചനം വിശ്വസിക്കട്ടെ, ഒരു വിളിച്ചപേക്ഷിക്കട്ടെ, രക്ഷ പ്രാപിക്കട്ടെ. രക്ഷ യേശു ക്രിസ്തുവിലാണ്, രക്ഷ യേശു ക്രിസ്തുവിലാണ്, രക്ഷ അവൻ്റെ വചനത്തിലാണ്, രക്ഷ യേശുവിൻ്റെ വചനത്തിലാണ്. പിതാക്കന്മാരെ, തലമുറകളെ, യേശു നാമത്തിൽ വിശ്വസിക്കുക, വിളിച്ചപേക്ഷിക്കുക. നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനമുണ്ട്. അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്കെല്ലാം പാപമോചനമുണ്ട്. നമുക്ക് തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്ന അങ്ങയെ സ്തുതിക്കുന്നപ്പാ, നന്ദി, സ്തോത്രം, അങ്ങേക്കും മഹത്വം. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരമുള്ളവൻ യേശുവേ, ഇളങ്ങയെ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം, അങ്ങേക്കും മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സകല മനുഷ്യരുടെയും പിതാവായ ദൈവം ആദമിനെ സൃഷ്ടിച്ചുകൊണ്ട്, അവയെ സൃഷ്ടിച്ചുകൊണ്ട് ജനകോടികൾക്ക് ജന്മം നൽകിയ സ്വർഗത്തിലെ പിതാവ്, ഇളങ്ങയെ ആരാധിക്കുന്നപ്പ, ഇളങ്ങയെ സ്തുതിക്കുന്ന പിതാവേ, അവിടുന്നാണ് ആകാശവും ഭൂമി സൃഷ്ടിച്ചവൻ, അവിടുന്നാണ് സർവ്വചരാചരങ്ങളെ മെനഞ്ഞെടുത്ത ദൈവം, അങ്ങാണ് ഏകസ്വത്വ ദൈവം. ഇളങ്ങയെ ആരാധിക്കുന്നു. സകല മർത്യയുടെയും ദൈവമേ, സകല മർത്യയുടെയും പിതാവേ, സകല മർത്യയുടെ സൃഷ്ടാവേ, ഇളങ്ങയെ ആരാധിക്കുന്നു, ഇളങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുകയാണ്. നിമിഷങ്ങളിൽ നമ്മുടെ ആരാധിക്കുമ്പോൾ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന അഭിഷേകം നിങ്ങൾ ഓരോരുത്തരും വിടുവിക്കട്ടെ, തലമുറകളെ വിടുവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, സ്തോത്രം, ഗ്ലോറി, സ്തോത്രം, ഗ്ലോറി. ആരാധന, ആരാധന. ദൈവമേ ആരാധന, പുത്രനാം
യേശുവേ ആരാധന. ആത്മാവാം ദൈവമേ ആരാധന. ത്രിത്വൈക ദൈവമേ ആരാധന. പിതാവാം ദൈവമേ, പിതാവാം ദൈവമേ ആരാധന. കർത്താവാം യേശുവേ, കർത്താവാം യേശുവേ ആരാധന. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ ആരാധന. ത്രിത്വൈക ദൈവമേ, ത്രിത്വൈക ദൈവമേ ആരാധന. എല്ലാവരും ചേർന്ന് പിതാവാം ദൈവമേ ആരാധന. പുത്രവാം യേശുവേ ആരാധന. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ ആരാധന. ത്രിത്വൈക ദൈവമേ, ത്രിത്വൈക ദൈവമേ ആരാധന. അബ്രഹാമിൻ ദൈവമേ, അബ്രഹാമിൻ ദൈവമേ ആരാധന. ഇസ്ഹാക്കിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ ആരാധന. യാക്കോബിൻ, യാക്കോബിൻ ദൈവമേ ആരാധന. ഇസ്രായേലിൻ, ഇസ്രായേലിൻ ദൈവമേ ആരാധന. അബ്രഹാമിൻ ദൈവമേ നമ്മൾ പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അബ്രഹാത്തെ ഓർമ്മിക്കണം. വിശ്വാസം കൊണ്ട് അനുഗ്രഹം പ്രാപിച്ചവർ. ആ 3 പേരും, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, 3 പേരും അനുഗ്രഹം പ്രാപിച്ചവരാണ്. യാക്കോബ് അനുഗ്രഹത്തിൻ്റെ എല്ലാ ഉടമ്പടിയും സ്വീകരിച്ചവനാണ്. ഇസ്ഹാക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സന്തതിയാണ്. അബ്രഹാത്തിന് ലഭിച്ച വാഗ്ദാനമാണ് ഇസ്ഹാക്ക്. അവന് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കിട്ടി. യാക്കോബ് 12 ഗോത്രങ്ങളുടെ തലവനായിട്ട് മാറി. 12 മക്കളിലൂടെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ തലവനായി. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇറങ്ങി വന്നത്, ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ഈ 3 പേരിലൂടെയാണ്. നമുക്ക് അവരെ ഓർമ്മിച്ചുകൊണ്ട് ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ അവർ ദൈവത്തെ എത്രമാത്രം സ്നേഹിച്ചു, ആരാധിച്ചു, അതാണ് നമ്മളോട് ഏറ്റു പറയുന്നത്. ഓരോ പേര് പറയുമ്പോഴും അവരെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അവർ കൂടി അബ്രഹാമിൻ ദൈവമേ ആരാധന. ഇസ്ഹാക്കിൻ, ഇസ്ഹാക്കിൻ ആരാധന. യാക്കോബിൻ, യാക്കോബിൻ ദൈവമേ ആരാധന. ഇസ്രായേലിൻ, ഇസ്രായേലിൻ ദൈവമേ ആരാധന. അടുത്ത് നമ്മൾ പാടുന്ന ഏലിയായുടെ ദൈവം, എലീഷയുടെ ദൈവം, മോശയുടെ ദൈവം, യോശുവയുടെ ദൈവം, ഇവരെല്ലാം അഭിഷിക്തരാണ്. ദൈവത്തിൻ്റെ വലിയ അഭിഷേകം പ്രാപിച്ചവരാണ്. അവരോട് സംഭവിച്ച വലിയ വീര്യ പ്രവൃത്തികളുണ്ട്. ഓരോരുത്തർ പേര് പറയുമ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഏലിയാവിൻ ദൈവമേ ആരാധന. എലീശായുടെ, എലീശായുടെ ദൈവമേ ആരാധന. മോശസിൻ, മോശസിൻ ദൈവമേ ആരാധന. ജോഷുവായുടെ, ജോഷുവായുടെ ദൈവമേ ആരാധന. അബ്രഹാമിൻ, അബ്രഹാമിൻ ദൈവമേ ആരാധന. ആരാധന. യാക്കോബിൻ ദൈവമേ ആരാധന. ഇസ്രായേലിൻ, ഇസ്രായേലിൻ ദൈവമേ ആരാധന. ഏലിയാവിൻ ദൈവമേ, ദൈവമേ ആരാധന. എലീശായുടെ, എലീശായുടെ
സൂസന്നയുടെ ആരാധന. മോസസിൻ ദൈവമേ ആരാധന. പ്രവാചകരുടെ ദൈവമേ ആരാധന. നമ്മൾ ഏറ്റു പറയാൻ പോകുന്നു ദാനിയേല്, ദാവീദ്, ശമൂവേല്, ഇവരെല്ലാം വിശ്വാസം കൊണ്ട് അനുഗ്രഹം പ്രാപിച്ചവരാണ്. ഒത്തിരിയേറെ പരീക്ഷകളിൽ ദാനിയേൽ ഉറച്ചു നിന്നു. സിംഹത്തിന് ഉള്ളിലേക്ക് എറിയപ്പെട്ടപ്പോഴും ഓരോ പ്രാവശ്യവും തന്റെ വിശ്വാസം പരീക്ഷയ്ക്കുള്ള ഉറച്ചുന്നവനാണ് ദാനിയേല്. ദാവീദ്, യുദ്ധവീരനായ ദാവീദ്, കർത്താവിൻ്റെ ശക്തിയാൽ യുദ്ധങ്ങൾ ജയിച്ചവൻ. ശമൂവേൽ എന്ന വിശ്വസ്തനായ പ്രവാചകൻ, ബാല്യകാലം മുതൽ ദൈവത്തിന് വേണ്ടി പ്രിയപ്പെട്ടനായി മാറിയവൻ. ധീരന്മാരായവർ നമുക്ക് അവരെ ഓർമ്മിക്കാം, അവരുടെ പേര് പറഞ്ഞ് ആരാധിക്കുമ്പോൾ. ദാനിയേലിൻ ദൈവമേ, ദാവീദിൻ ദൈവമേ ആരാധന. ശമൂവേലിൻ ദൈവമേ ആരാധന. ധീരന്മാരുടെ ദൈവമേ ആരാധന. കൂടി ദാനിയേല് ദൈവമേ ആരാധന. ദാവീദിൻ ദൈവമേ ആരാധന. ശമൂവേലിൻ ദൈവമേ ആരാധന. ധീരന്മാരുടെ ദൈവമേ ആരാധന. ഇനി നമ്മൾ 3 സ്ത്രീകളുടെ പേര് പറഞ്ഞാണ് ദൈവത്തെ ആരാധിക്കുന്നത്. യൂദിത്ത്, എസ്തേർ, സൂസന്ന. ധീര സ്ത്രീകളാണ്. യൂദിത്ത് ധൈര്യം കൊണ്ട്, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട്, അവളുടെ വിശുദ്ധി കൊണ്ട് ഇത് അവിടെ ഒരു രാജാവിൻ്റെ തലവെട്ടിയവളാണ്. ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ വന്ന ഹോളോഫോറസിനെയും അവൻ്റെ സൈന്യത്തെ മുഴുവൻ തകർത്ത് തരിമണമാക്കിക്കൊണ്ട് ഇസ്രായേൽ ജനത്തെ വിജയം നേടിക്കൊടുത്തവളാണ് യൂദിത്ത്. അതേപോലെ തന്നെ ഇസ്രായേൽ നശിപ്പിക്കുവാൻ വേണ്ടി ഇതാ ഹാമാൻ അവർക്കെതിരായിട്ട് കണികളൊരുക്കിയപ്പോൾ എസ്തേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ദൈവത്തെ കൊണ്ട് അത്ഭുതം ചെയ്യിപ്പിക്കുകയാണ്. തങ്ങളെ നശിപ്പിക്കുന്ന ഹാമാനെ നശിപ്പിക്കത്തക്കവണ്ണം ദൈവകാരോട് പ്രവർത്തിക്കുന്നു. അതുപോലെ സൂസന്ന ദൈവനീതിക്ക് വേണ്ടി നിലവിളിച്ചവളാണ്. നിരപരാധിയാരിയെ കുറ്റം വിധിക്കപ്പെട്ട് കല്ലെറിയാൻ വേണ്ടി വിധിക്കപ്പെട്ടപ്പോൾ അവൾ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തെ വിളിച്ചു. ആ മൂവരെയും നമുക്ക് ഓർത്തുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. യൂദിത്തിൻ ദൈവമേ എസ്തേറിൻ ദൈവമേ ആരാധന. സൂസന്നയുടെ ദൈവമേ ആരാധന. ധീര സ്ത്രീകളുടെ ദൈവമേ ആരാധന. കൂടി യൂദിത്തിൻ ഹൃദയം തുറന്ന് പാടിക്കേ. ദൈവമേ ആരാധന. സൂസന്നയുടെ ദൈവമേ ആരാധന. ധീര സ്ത്രീകളുടെ ദൈവമേ ആരാധന. ആരാധന ആരാധന ആരാധന. ദൈവമേ ആരാധന. ദൈവമേ ആരാധന. ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. ആരാധന ആരാധന ആരാധന. റൂഹായേ ആരാധന.
ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, 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 അപ്പാ പിതാവേ, പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, പിതാവേ. ഹൃദയം തുറന്ന് അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, പിതാവേ. ആരാധന, ആരാധന, ആരാധന അങ്ങേക്ക്, അങ്ങേക്കാരാധന, ആരാധന, ആരാധന, ആരാധന. സ്നേഹമേ, സ്നേഹമേ, ആരാധന, 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 ആരാധന. ജീവനെ, ജീവനെ, ആരാധന, 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 ആരാധന. സൗഖ്യമേ, സൗഖ്യമേ, ആരാധന, 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 ആരാധന. വചനമേ, വചനമേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, മരിയ, ആവേ മരിയ, ആവേ
മരിയ മരിയ ആവേ മരിയ ദൈവത്തെ പിടിച്ചുകൊണ്ട് ആവേ മരിയ ആവേ മരിയ മരിയ ഹല്ലേലൂയ 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 തന്നെ സ്തുതിക്കാം ഹല്ലേലൂയ 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 ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ 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 ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന സ്തോത്രം ഗ്ലോറി ഹല്ലേലൂയ ഗ്ലോറി നമ്മുടെ കരങ്ങളെ തൂർന്നു പിടിക്കാം കണ്ണിലടയ്ക്കാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയെ വിളിക്കാം എൻ്റെ ഉള്ളിൽ വസിക്കാൻ ഈശോയെ അവിടെ നിന്ന് വരണമേ ഞാൻ ലോകത്തിലായ നാളുകളിലും നിമിഷങ്ങളിലും അങ്ങയുടെ വചനങ്ങളെ അനുസരിക്കാതെയോ അങ്ങയുടെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാതെയോ എൻ്റെ ചിന്തകളിൽ എൻ്റെ വാക്കുകളിൽ പ്രവൃത്തികളിൽ ഉപേക്ഷയിൽ എനിക്ക് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കർത്താവിനെ ഏറ്റുപറയുന്ന തിരുസന്നിധിയിൽ സങ്കീർത്തനം 32:1 വചനം അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അങ്ങനെ നിൽക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ അതിക്രമങ്ങൾ അതേ സങ്കീർത്തനം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അതിക്രമങ്ങൾ അറിയുന്നു, എൻ്റെ പാപം എൻ്റെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ട്. അത് നിൻ്റെ അതിക്രമങ്ങൾ നിനക്ക് അറിവുണ്ടാകണം. അതിക്രമങ്ങൾ പാപത്തെക്കാളും മാരകമാണ്. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന വലിയ പാപങ്ങൾ അതിക്രമങ്ങൾ. ഞാൻ സ്വന്തമായി ചെയ്യുന്ന പാപങ്ങൾ സങ്കീർത്തനം 32:1 വചനം പറഞ്ഞു, പാപങ്ങൾക്ക് മോചനം കിട്ടിയവൻ ഭാഗ്യവാനാണ്. അതിക്രമങ്ങൾക്ക് മാപ്പ് കിട്ടണം. നമ്മൾ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുമ്പോൾ നമുക്ക് മോചനം കിട്ടുന്നു. നമ്മൾ ഏറ്റവും പറയുമ്പോൾ മോചനം കിട്ടുന്നു. ആ പാപത്തിൽ നമുക്ക് വിടുതൽ കിട്ടുന്നു. പക്ഷെ അതിക്രമങ്ങൾക്ക് മാപ്പ് കിട്ടണം. ആ മാപ്പ് കിട്ടണമെങ്കിൽ അത് നമ്മൾ മാപ്പാക്കണമെന്ന് പറഞ്ഞാൽ മാപ്പാക്കപ്പെടുന്ന ഒരു കാര്യമല്ലത്. കാരണം അതിക്രമങ്ങളിലൂടെ മറ്റുള്ളവരാണ് തകർന്നു പോയത്. അതിക്രമിച്ച് കടക്കരുത് എന്നൊരു നിയമം ലോകത്തിലുമുണ്ട്. അന്യൻ്റെ വസ്തുവിൽ അതിക്രമിച്ച് കടക്കരുത്, കടന്നാൽ കുറ്റകരമാണെന്ന് ബോർഡുകളുണ്ട്. അത് ദൈവരാജ്യത്തിലുമുണ്ട് ആ നിയമം. നീ അതിക്രമിച്ച് ഒന്നും ചെയ്യരുത്. മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് ആരാകട്ടെ, ഭാര്യയോ ഭർത്താവോ മക്കളോ മാതാപിതാക്കളോ അയൽവാസികളോ മറ്റധികാരികളോ ആരുമാകട്ടെ, നീ അതിക്രമിച്ച് ഒന്നും ചെയ്യരുത്. നിനക്ക് നൽകപ്പെട്ട നിയമത്തിൻ്റെ കൽപ്പനകളുടെ പരിധിയിൽ നിന്ന് നിനക്ക് ചെയ്യാം. പക്ഷെ നീ അതിക്രമിച്ച് കടന്ന് ചെയ്യരുത്. നിൻ്റെ അതിക്രമത്തിലൂടെ മറ്റൊരുവൻ്റെ കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ, മറ്റൊരു ഹൃദയം നിനക്കെതിരെ നൊന്ത് നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നിൽക്കുകയാണ് അവിടെ, ക്ഷമിക്കപ്പെടാത്ത ഒരു ബന്ധനമായിട്ട്. നമുക്ക് അവകാശമില്ലാത്ത, നമുക്ക് അർഹതയില്ലാത്ത ഇടത്ത് നമ്മൾ കാല് വെച്ചു. മറ്റൊരു ജീവിതം നമുക്ക് അവകാശമില്ല. കുടുംബമായിരിക്കാം, ഭാര്യഭർത്തൃ ബന്ധമായിരിക്കാം. പക്ഷേ ഭാര്യ ഭർത്താവോ, ആ കുടുംബത്തിൽ ഭർത്താവ് എന്ന നിലയിൽ ഭർത്താവ് സൂക്ഷിക്കേണ്ട നിയമങ്ങളുണ്ട്, കാക്കേണ്ട നിയമങ്ങൾ, ഭാര്യ കാക്കേണ്ട നിയമങ്ങളുണ്ട്. പക്ഷെ അതിന് അതിരുകൾ വിട്ടുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നതും ആക്രോശിക്കുന്നതും ശാരീരികമായി പീഡിപ്പിക്കുന്നതും ചീത്ത വിളിക്കുന്നതും കുറ്റം പറയുന്നതും കുറ്റം വിധിക്കുന്നതും പിറുപിറുക്കുന്നതും ഒക്കെ അതിക്രമങ്ങളാണ് ദൈവസന്നിധിയിൽ. അതിന് മാപ്പ് കിട്ടാത്തത് കൊണ്ടാണ് പിന്നെ അത് ആവർത്തിച്ച് ചെയ്തു പോകുന്നത്. ഒരു പാപം ചെയ്തപ്പോൾ മനുഷ്യൻ പശ്ചാത്തപിച്ച് ദൈവമേ പാപം ചെയ്തു പോയല്ലോ, അവൻ പശ്ചാത്തപിച്ച് അവൻ പോയി കുമ്പസാരിക്കുന്നു, പാവങ്ങളെ അനുദപിച്ച് ഏറ്റു പറയുന്നു, അവിടെ പാപമോചനം കിട്ടുകയാണ്. പക്ഷേ അതിക്രമങ്ങൾ നിൻ്റെ വാക്കിലും പ്രവൃത്തിയിലൂടെ മറ്റൊരാളുടെ ഹൃദയം കീറി മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നിൻ്റെ നാവ് ഒരു വാളായി
മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ കീറി മുറിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ വാക്കുകൾ അവരുടെ നിലവിളി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, അവർ കണ്ണീര് നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ, അതെല്ലാം അതിക്രമങ്ങളാണ്. ഇവരുടെ ഒരു മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു കയറി ചെന്ന് ഇടപെട്ട് ആളുകളെ നശിപ്പിച്ച്, വഞ്ചിച്ച്, കബളിപ്പിച്ച്, വ്യാമോഹങ്ങൾ കൊടുത്ത്, പ്രണയിച്ച്, ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ട് പിന്നീട് അതിൽ നിന്ന് പിന്മാറി, ഇങ്ങനെയെല്ലാം ഉള്ള പ്രവൃത്തി അതിക്രമങ്ങളാണ്. വ്യഭിചാരം ചെയ്യരുത്, കൊലപാതകം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇതൊക്കെ പാപങ്ങളും അതിക്രമങ്ങളുമാണ്. ഇതെല്ലാം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മറ്റുള്ള വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നീ മോഹിക്കരുത് വചനം പറയുമ്പോൾ അത് നിന്റെ വ്യക്തിപരമാണ്, നീ മോഹിക്കാൻ പാടില്ല. പക്ഷേ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത് തുടങ്ങിയ കൽപ്പനകൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് അതിക്രമങ്ങൾ. ഇപ്പോൾ വ്യഭിചാരം എന്ന പ്രവൃത്തി മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചത്, മറ്റുള്ളവരെ പാപത്തിൽ വീഴ്ചത്, മറ്റൊരു ജീവൻ എടുത്തത്, പക്ഷെ മാനസികമായിട്ട് തകർത്തതായിരിക്കാം, അന്യൻ്റെ വസ്തുക്കൾ കവർന്നെടുത്തത്, അർഹതയില്ലാത്തത് എടുത്തത്, തിരിച്ചു കൊടുക്കാത്തത്, ഇതെല്ലാം മോഷണത്തിൽ വരികയാണ്. അപ്പോൾ ഇവിടെയെല്ലാം മറ്റുള്ളവരുടെ നിലവിളി എനിക്കെതിരായി നിനക്കെതിരായിട്ട് ഉയരുന്നുണ്ടോ? കണ്ണുകളടയ്ക്കണം. ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കെട്ടിൽ അഴിയപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ, ഞാൻ കണ്ടെത്തിയിട്ടില്ലാത്ത അതിക്രമങ്ങൾ ജീവിതത്തിലുണ്ട്. എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ചെയ്ത അതിക്രമങ്ങൾ, എന്നെ പ്രതി മറ്റൊരാൾ കരയാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ണീരിന് വിലയുണ്ട് ഇതിന് മുമ്പിൽ. നീ നിരപരാധിയാണെങ്കിൽ നിനക്ക് കുറ്റമില്ല. നീ മറ്റൊരാൾക്ക് എതിരായിട്ട് ഇതൊന്നും ചെയ്തില്ല, പക്ഷേ മറ്റൊരു വെറുതെ നിന്നെ ഓർത്ത് കരഞ്ഞെങ്കിൽ അത് നിൻ്റെ ഉത്തരവാദിത്തമല്ല, നീ കുറ്റവാളിയല്ല. പക്ഷെ നിൻ്റെ കൂടെ ഈ സഹകരണം ഉണ്ടായിട്ട് മറ്റൊരുവരും തകർന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർ തകർന്നിട്ടുണ്ടെങ്കിൽ അതിന് കണ്ണീരിന് മുമ്പിൽ വിലയുണ്ട്, അത് നിലനിൽക്കുകയാണ്. നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം ഓർത്ത് നമ്മൾ മാപ്പ് വീഴ്ച പ്രാർത്ഥിക്കണം. നമ്മുടെ നാവ് വാളായിട്ട് മാറി മറ്റുള്ളവരെ നമ്മൾ ഫൽസിച്ച, കുറ്റപ്പെടുത്തിയ, ഗിരിമുറിച്ച, ഇതെല്ലാം നമുക്ക് ഓർമ്മിക്കാം. സങ്കീർത്തനം പറയുകയാണ്, അതിക്രമങ്ങൾക്ക് മാപ്പ് ലഭിക്കണം. ആ മാപ്പ് ലഭിച്ചവൻ ഭാഗ്യവാനാണ്, പാപങ്ങൾക്ക് മോചനം കിട്ടിയവൻ ഭാഗ്യവാനാണ്. ദൈവം കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാനാണ്. ദൈവം നിന്റെ മേൽ കുറ്റം ചുമത്തുന്നുണ്ടോ? നമ്മൾ തിരിച്ചറിയണം. ദൈവനെ കുറ്റം ദൈവനെ കുറ്റം വിധിക്കുന്നുണ്ടോ? എൻ്റെ ഏതൊരു ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ നമ്മൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇന്ന് നമ്മുടെ അനുഗ്രഹങ്ങൾ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് പ്രതിബന്ധങ്ങളായിട്ട്. ഈ വചനം നേറ്റു പറയാം. സങ്കീർത്തനം 32:1 വചനം, അതിക്രമങ്ങൾക്ക് മാപ്പും പാവങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. നമ്മുടെ വളരെ നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൻ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളിവിടെ നമ്മൾ പറയും എനിക്കൊരു വഞ്ചനയും ഇല്ല. പക്ഷെ നിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ മറ്റൊരുമായുള്ള ബന്ധത്തിൽ നിഷ്കളങ്കതയില്ലാത്ത, വിശുദ്ധിയില്ലാത്ത നിൻ്റെ പ്രവൃത്തികൾ, മറ്റൊരാളുടെ ബന്ധത്തിൽ കാപട്യം കാണിക്കുക, കപടത, വക്രത, നുണ പറയുക, പ്രവർത്തിക്കുക, വ്യാജം, ഇതൊക്കെ വഞ്ചനയാണ്, ഹൃദയത്തിൻ്റെ വഞ്ചനയാണ്. ഒന്ന് പറയുക, മറ്റൊന്ന് പ്രവർത്തിക്കുക. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഏതൊരു മനുഷ്യനുള്ള ബന്ധമാകട്ടെ, നമ്മൾ പറയും നേരെ പോ നേരെ വാ, ഒരു ചൊല്ലാണത്. നമ്മുടെ ബന്ധം അങ്ങനെ ആയിരിക്കണം. ഒന്നും മറച്ചു വയ്ക്കാനില്ലാതെ ഹൃദയം തുറന്ന് ഒരുവനുള്ള ബന്ധത്തിൽ വഞ്ചന ഒരിക്കലും ഹൃദയത്തിൽ വഞ്ചന വെക്കരുത്. കാണുമ്പോൾ നമ്മൾ മുഖം 32 പല്ല് കാണിച്ച് ചിരിച്ച് കാണിക്കും,
പക്ഷെ ഉള്ളിൽ എടാ ദുഷ്ടമെന്നായിരിക്കും ചിലപ്പോൾ വരുന്നത്. പലതുകൊണ്ട് ചിരിച്ചു കാണിക്കുന്നു, ഉള്ളിൽ എടാ ദുഷ്ടം തന്നെ എടുത്തുകൊള്ളാം. അങ്ങനെയുള്ള അവസ്ഥകൾ അനേകം മനുഷ്യരിലുണ്ട്. അത് വഞ്ചനയാണത്. നിൻ്റെ പുറമേക്ക് നീ എന്ത് കാണിക്കുന്നുവോ അത് നിൻ്റെ ഉള്ളിലുണ്ടാകണം. നിൻ്റെ ഉള്ളിലുള്ളതാണ് പുറമേക്ക് വരേണ്ടത്. 12:32 വചനങ്ങൾ കർത്താവ് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് ഹൃദയത്തിലുണ്ട് അതാണ് കണ്ണുകളിലൂടെ പുറത്തു വരുന്നു, നാവിലൂടെ പുറത്തു വരുന്നു, പ്രവൃത്തിയിലൂടെ പുറത്തു വരുന്നു. ദൈവം എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയത്തിലുള്ള വഞ്ചന, എൻ്റെ ഹൃദയത്തിലുള്ള ദുഷ്ടത, പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെ ഈ ഭവനത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ ഇപ്രകാരം ഒരു പ്രാർത്ഥന ഒരിക്കൽ പോലും ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ വചനങ്ങൾ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, നമ്മൾ നിൽക്കുന്ന ജ്ഞാനത്തിൻ്റെ മണ്ണിൽ നമുക്കറിയാം ജ്ഞാനം ഒരു കപട ഹൃദയത്തിലും പ്രവേശിക്കത്തില്ല. മലിനമായ ശരീരത്തിൽ അത് ജ്ഞാനം കുടികൊള്ളത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വചനം വന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പക്കൽ അനുഗ്രഹത്തിനത് ജ്ഞാനത്തിൻ്റെ ഭവനമായതുകൊണ്ട് പ്രത്യേകമായിട്ട് സ്പിഡീസിൻ്റെ മക്കൾ, ധ്യാനം കൂടിയിട്ടുള്ള മക്കൾ, വീണ്ടും ജനിച്ച മക്കൾ, നിങ്ങളുടെ വലിയ വിശുദ്ധീകരണം സ്വർഗം ആവശ്യപ്പെടും. ഇനി ആദ്യമായിട്ട് വന്നിട്ടുള്ളവരുണ്ട്, അവരും തങ്ങളുടെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കണം. ഇവിടെയെല്ലാമാണ് ഞാൻ പാപത്തിൽ വീണുപോയത്. കാരണം നമുക്ക് അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ഇവിടുത്തെ ഈ പ്രാർത്ഥനയിൽ ഈ കൂട്ടായ്മയിൽ എന്തെല്ലാം നിയോഗം നിനക്കുണ്ടോ അതൊക്കെയും തരാൻ കർത്താവ് സന്നദ്ധനും തയ്യാറുമാണ് വിശുദ്ധ കന്യാമറിയത്തിലൂടെ. പക്ഷെ ദൈവം നമ്മുടെ എപ്പോഴും ആവശ്യപ്പെടുന്ന കാര്യമാണ് ഇവർ സാങ്ക്ടിഫിക്കേഷൻ, ഇതിൻ്റെ വിശുദ്ധീകരണം. ഹൃദയത്തിലുള്ള വഞ്ചന, ഹൃദയത്തിലുള്ള ദുഷ്ടത അത് നമുക്ക് കണ്ടെത്താം. ഹൃദയത്തിലുള്ള വഞ്ചന, ഹൃദയത്തിൽ വഞ്ചന ഇല്ലാത്തവൻ ഭാഗ്യവൻ എന്നാണ് വചനം പഠിപ്പിച്ചത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഹൃദയത്തിൽ എഴുതി വെക്കണം. 1, അതിക്രമങ്ങൾക്ക് മാപ്പ് കിട്ടിയവൻ ഭാഗ്യവാനാണ്. ചെറുപ്പകാലം മുതൽ ഞാൻ ചെയ്ത പ്രവൃത്തികളിലൂടെ ഞാൻ വേദനിപ്പിച്ച മാതാപിതാക്കൾ, ഞാൻ വേദനിപ്പിച്ച എന്നെ പഠിപ്പിച്ച അധ്യാപകർ, ഞാൻ വേദനിപ്പിച്ച് തകർത്ത് കളഞ്ഞ് എൻ്റെ കൂടെ പഠിച്ച വ്യക്തികൾ, ഇതൊക്കെ അവിടെ വരികയാണ്. ഇന്നലകളിൽ കഴിഞ്ഞുപോയ നിൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങോട്ട് സംഭവിച്ചിട്ടുള്ള അതിക്രമങ്ങൾ ആർക്കെല്ലാം നിൻ്റെ സ്വന്തം ഭവനത്തിൽ അമ്മായിയമ്മയ്ക്കെതിരായി, അമ്മായിപ്പനെതിരായി, നാത്തൂനെതിരായി ഉണ്ടാക്കിയ കലഹങ്ങൾ, വഴക്കുകൾ, ശാന്തത പാലിക്കാതെ, സംയമനം പാലിക്കാതെ, ക്ഷമിക്കാതെ അവിടെ എല്ലാം ഇടപെട്ട നിൻ്റെ വാക്കു പ്രവൃത്തിയും ഇതൊക്കെ അതിക്രമങ്ങളായിട്ട് എണ്ണപ്പെട്ടു. അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അന്ത്യവിധിയിൽ വായിക്കുന്നുണ്ട്, വെളിപാട് 21 ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു എന്നാണ് വചനം. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. ഓരോരുത്തരെയും പ്രവൃത്തികൾ ആ ഗ്രന്ഥങ്ങൾ എഴുതപ്പെടുന്നതനുസരിച്ച് വിധിക്കപ്പെട്ടു. അതാണ് അന്ത്യവിധി. ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഓരോരുത്തരുടെയും പ്രവൃത്തി എഴുതി വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് വിധിക്കപ്പെടും. ആ അതിക്രമങ്ങൾ എഴുതപ്പെട്ട് കിടന്നാൽ നമ്മൾ അങ്ങനെ വിധിക്കപ്പെട്ടാൽ നമ്മളങ്ങനെ രക്ഷ പ്രാപിക്കും. മറ്റൊരു നിലവിളിയും കണ്ണുനീരും ദൈവത്തിന് മുമ്പിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവിടെ നിൽക്കുമ്പോൾ എങ്ങനെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും? ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകേണ്ടത് ഒരു നിഷ്കളങ്കമായ ഹൃദയമാണ്. നമുക്കുണ്ടാകേണ്ടത് ഒരു പരിശുദ്ധമായ ഹൃദയമാണ്. പാപമില്ലാത്ത നിഷ്കളങ്കമായൊരു ഹൃദയം, എല്ലാം സഹിക്കുന്ന, സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന ഒരു ഹൃദയം, അതാണ് നിഷ്കളങ്ക ഹൃദയം. എല്ലാവരോടും ക്ഷമിക്കുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ, എല്ലാം സഹിക്കുവാൻ പറ്റുന്ന ഹൃദയം, അതാണ് നിഷ്കളങ്ക ഹൃദയം. ദൈവമേ, എനിക്ക് അങ്ങനെ ഒരു ഹൃദയം ഒരുക്കി തരണമേ കർത്താവേ. എൻ്റെ ഹൃദയം കുടികൊള്ളുന്ന പാവങ്ങളെ പിഴുതെറിഞ്ഞ്, അശുദ്ധിയെ പിഴുതെറിഞ്ഞ് എന്നെ രൂപാന്തരപ്പെടുത്തണമേ. 2 കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, നന്ദി കർത്താവേ. സ്തോത്രം അംഗീകരിക്കും, മഹത്വം, ആരാധന. എന്നെ വിശുദ്ധീകരിക്കണമേ, ആഴത്തിൽ എന്നെ ശുദ്ധീകരിക്കണമേ കർത്താവേ. ആഴത്തിൽ കുഴിച്ച് പാറമേൽ പണിയപ്പെട്ട് ഭവനമാക്കി എന്നെ മാറ്റണമേ. ഗ്ലോറി ഹല്ലേലൂയ, ഗ്ലോറി ഹല്ലേലൂയ, ഗ്ലോറി ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഈ വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 32:1 വചനം, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. ശക്തമായിട്ട് പറയണമേ. നിങ്ങൾ വചനം പറയുമ്പോൾ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം വചനം. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും
ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. കണ്ണടയ്ക്കണം, ചിന്തിക്കണമേ. വചനം പറയുകയാണ്, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ എൻ്റെ മേൽ പാപം കിടന്നിരുന്നു. അതുകൊണ്ട് ദിവസം മുഴുവൻ ഞാൻ കിടന്ന് കരയുകയായിരുന്നു. ദിവസം മുഴുവൻ ഞാൻ വേദനിക്കുകയായിരുന്നു. എൻ്റെ ശരീരം അതുകൊണ്ട് ക്ഷീണിച്ചു പോയി. എൻ്റെ ശരീരത്തിന് ശക്തിയില്ല, ജീവനില്ല. ഇത് നമ്മൾ കണ്ടെത്തണം. നമ്മളെക്കുറിച്ചുള്ള വചനമാണിത്. നമ്മൾ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഏറ്റുപറയാതെ, പാപങ്ങൾ ഏറ്റുപറയാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചു. വ്യക്തികളോട് ക്ഷമിച്ചില്ല, വെറും വിദ്വേഷമായിട്ട് ജീവിച്ചു. അതിൻ്റെ ഫലമായി എല്ലായിടത്തും ക്ഷയം സംഭവിക്കുകയാണ്, ക്ഷയിച്ചു പോവുകയാണ്. ശരീരത്തിൽ ക്ഷയം സംഭവിക്കുന്നു, ശരീരം ക്ഷയിച്ചു പോകുന്നു. കുടുംബത്തിൽ മക്കളുമായുള്ള സ്നേഹബന്ധം അവിടെ വലിയ കുറവ് സംഭവിക്കുന്നു. സാമ്പത്തികം വലിയ തകർച്ച സംഭവിക്കുന്നു. അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ ചാലെല്ലാം അടച്ചു കളയുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇന്ന് കർത്താവിന് മുമ്പിലായിരിക്കുമ്പോൾ പാപങ്ങൾ ഓർക്കണം. പാപങ്ങൾ എന്തെല്ലാം പാപത്തിൽ നിന്ന് കിടപ്പുണ്ടോ നിന്റെ ഹൃദയത്തിൽ വരുന്നുണ്ട് ഇപ്പോൾ. അതൊക്കെ മറയ്ക്കപ്പെട്ട് പാപങ്ങൾ, ഏറ്റുപറയാതെ പോയ പാപങ്ങൾ, ക്ഷമിക്കാതെ പോയ വ്യക്തി ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഇതെല്ലാം നീ കണ്ടെത്തണം, ഓർമ്മിക്കണം. ഇതൊക്കെ നിനക്ക് വിനയാണെന്ന് അറിയണം. ഇതൊക്കെ നിന്നോട് കിടക്കുന്ന ഭാരങ്ങളാണ്. എന്തിനെ നീ ചുമക്കണം? ഇത് വലിച്ചു ദൂരെ എറിയ്. അത് കർത്താവിൻ്റെ കുരിശുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതാ കർത്താവേ എന്നിട്ട് നീ ചെയ്യേണ്ടത്, ഹൃദയത്തിൽ ആരോടൊക്കെ വെറുപ്പുണ്ടോ ക്ഷമിക്കണം. ആരോടൊക്കെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലയോ സഹിക്കാനുള്ള ഹൃദയം ഉണ്ടാകണം. സ്നേഹം ദൈവത്തിൻ്റെ ദാനമാണ്. പരിശുദ്ധാത്മാവിലൂടെ ആ സ്നേഹം കടന്നു വരുന്നത്. ആ സ്നേഹം കിട്ടണമെങ്കിൽ, ആ ദാനം കിട്ടണമെങ്കിൽ നീ ചോദിക്കണം, നീ നിന്നെ തന്നെ ശുദ്ധി ചെയ്യണം. ഇതാ കർത്താവേ, ഞാൻ പാവങ്ങൾ ഏറ്റുപറയാതെ ദിവസം മുഴുവനും മടുത്ത് തളർന്ന് കരഞ്ഞ് ക്ഷയിച്ച് ശരീരം രോഗം ബാധിച്ച് കിടക്കുന്നു. എന്നോട് കരുണ കാണിക്കണമേ. വചനം പറയാം, രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. ഇതും വീണ്ടും നമ്മളെക്കുറിച്ച് പറയുകയാണ്. ശക്തി വരണ്ടുപോയി, ശരീരം ക്ഷയിച്ചു പോയി, ശക്തി വരണ്ടുപോയി. എന്ത് ശക്തിയാണ്? രണ്ട് ശക്തിയുണ്ട്. ശരീരത്തിൻ്റെ ശക്തിയുണ്ട്, ആത്മാവിൻ്റെ ശക്തിയുണ്ട്. അഭിഷേകത്തിൻ്റെ ശക്തി വരണ്ടുപോയി, ശക്തി പ്രവർത്തിക്കുന്നില്ല. ഒരു കാലത്ത് എനിക്ക് ശക്തി ഉണ്ടായിരുന്നു, ശരീരത്തിന് ശക്തി ഉണ്ടായിരുന്നു, അഭിഷേകത്തിന് ശക്തി ഉണ്ടായിരുന്നു, എൻ്റെ ആത്മാവ് ശക്തമായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ ആത്മാവ് വരണ്ടുപോയി. വരണ്ടുപോയതിന് കാരണം അവിടെ വെള്ളം കിട്ടിയില്ല. സ്നേഹത്തിൻ്റെ വെള്ളം അവിടെ ഒഴുകി വന്നില്ല. അവിടെ വചനത്തിൻ്റെ ജീവൻ ഒഴുകി വന്നില്ല. അതുകൊണ്ടത് വരണ്ടുപോയിരിക്കുന്നു. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ. വേനൽക്കാലത്തെ ചൂട് കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. അടുത്ത വചനം, എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. ശക്തമായിട്ട് പറയുക, എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കണമേ, തീരുമാനം വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ പാപം അവിടുത്തോട് ഏറ്റു പറഞ്ഞു. ആദ്യം പറഞ്ഞു, ഞാൻ എൻ്റെ പാപം അവിടുത്തെ ഏറ്റു പറയാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ അകൃത്യം മറച്ചു വെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ കർത്താവിനോട് ഏറ്റു പറയും. ആ തീരുമാനം ഹൃദയത്തിൽ ഉണ്ടാകണം. എല്ലാ അതിക്രമവും ഏറ്റു പറയും കർത്താവിനോട്. അതിക്രമങ്ങൾ ഇത് കണ്ണടച്ച് ആ അതിക്രമങ്ങൾ ഓർമ്മിക്കുക. ആരെല്ലാം നിന്നെ പ്രതി വേദനിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവെല്ലാം കാണിച്ചു തരട്ടെ. മറിഞ്ഞു കിടക്കുന്ന, മുടപ്പെട്ട് കിടക്കുന്ന, മറ്റുള്ളവർ നിന്നെ ഓർത്ത് നിലവിളിക്കുന്ന, നിനക്കെതിരെ ശപിച്ച, നിന്നെ പ്രാഗിയ, നീ ഗതി പിടിക്കില്ലെന്ന് പറഞ്ഞ അവരുടെ വാക്കുകൾ വേദന കൊണ്ട് പറഞ്ഞു പോയിട്ടുള്ളതാണെങ്കിൽ അതൊക്കെ നമുക്കെതിരെ നിൽപ്പുണ്ട്. അറിഞ്ഞോ അറിയാതെയോ, ഒരു പക്ഷെ അവർ നേരിട്ട് പറഞ്ഞു കാണില്ല. അവർ സ്വന്തം ഭവനത്തിലിരുന്നോ സ്വയം ശപിച്ചിട്ടുണ്ടായിരിക്കാം നിന്നെ ഓർത്ത്.
നിന്റെ വാക്കും പ്രവൃത്തിയും ഓർത്ത് നീ ഇങ്ങനെ ചെയ്തല്ലോ, തകർത്തല്ലോ, നശിപ്പിച്ചല്ലോ, വേദനിപ്പിച്ചല്ലോ, അവിടെയൊക്കെ അവരിൽ പുറത്തു വന്ന ശാപത്തിൻ്റെ വാക്കുകളുണ്ടെങ്കിൽ ആ വാക്കുകൾ നമുക്ക് തിരി നിൽക്കുന്നുണ്ട്. അത് സാധാരണ അവസരമാണ് ആ വാക്കുകളെ വെച്ച് നമ്മളെ എതിർക്കാനായിട്ട്. അതുകൊണ്ടാണ് അതിക്രമങ്ങൾക്ക് മാപ്പ് വേണമെന്ന് പറയുന്നത്. നമ്മൾ ശപിച്ചിട്ടുള്ള നമ്മുടെ അധ്യാപകരായിരിക്കാം, അവരെ മുറിപ്പെടുത്തി വേദനിപ്പിച്ചപ്പോൾ നീ ഗുണം പിടിക്കില്ല എന്നും അവർ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എത്രയോ വലിയ വിനയാണ്. മാതാപിതാ ഗുരു ബന്ധം, ദൈവം, അപ്പോൾ അവിടെ നിന്നെല്ലാം വരുന്ന മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹത്തിന് പകരം അവരുടെ അനുഗ്രഹത്തിന് വിലയുണ്ടെങ്കിൽ അവരുടെ ശാപത്തിന് അതിനേക്കാൾ വലിയ ശക്തിയാണ്. അങ്ങനെയുള്ള കെട്ടുകൾ നമ്മൾ അഴിഞ്ഞു പോകണം, നമ്മൾ കണ്ടെത്തണം. ദൈവം എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ അധ്യാപകരെ, എൻ്റെ കൂട്ടത്തിൽ എന്നെ പഠിപ്പിച്ചവരെ, എൻ്റെ മേലധികാരികളെ, പുരോഹിതന്മാരെയോ കന്യാസ്ത്രീകളെയോ, എൻ്റെ വലിയ ഉദ്യോഗസ്ഥന്മാരെയോ, മാതാപിതാക്കളെ, ഇവരൊക്കെ ഞാൻ തകർത്ത് കളഞ്ഞിട്ടുള്ളത്. അവരുടെ ശാപങ്ങൾ എൻ്റെ വീണിട്ടുണ്ടെങ്കിൽ, ഭാര്യയുടെ ശാപം, ഭാര്യയുടെ വെറുപ്പ് അതെനിക്ക് തരാൻ നിൽപ്പുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെ ശാപം, ഭർത്താവിൻ്റെ വെറുപ്പ് എനിക്ക് തരാൻ നിൽപ്പുണ്ടെങ്കിൽ, ഇതൊക്കെ വലിയ ബന്ധനങ്ങളാണ്. അനുഗ്രഹങ്ങൾ നമ്മൾ കുഴി വരുന്നില്ല. അതുകൊണ്ട് എന്തുപറ്റ ശരീരം ഉണങ്ങി വരണ്ടു പോകുന്നു, അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്നു, ശരീരം ക്ഷയിച്ചു പോവുകയാണ്, ഒരു അനുഗ്രഹമില്ല, രോഗിയാണെന്ന്. കർത്താവേ, അതിനാൽ ഈ മേഖലയിലൊക്കെയും ആഴത്തിൽ കണ്ടെത്തിക്കൊണ്ട് ആഴത്തിൽ കുഴിച്ച് പറമേൽ അടിസ്ഥാനോടെ ഭവനമാക്കിയതിനെ മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞാൻ മറന്നു കിടക്കുന്ന ഇങ്ങനെയുള്ള പാപഹേതുക്കളെ കണ്ടെത്തി ആ വ്യക്തികളെ മനസ്സിൽ ഓർത്ത് അവരോട് രമ്യതപ്പെടാൻ, അവരോട് ക്ഷമ ചോദിക്കേണ്ടവരോട് ഹൃദയത്തിൽ ക്ഷമ ചോദിക്കാൻ, ക്ഷമ കൊടുക്കാൻ, മരിച്ചുപോയവരാണെങ്കിലും മരിച്ചവരെ ഓർത്ത് അവരോട് ക്ഷമ ചോദിക്കാൻ ഇടവരട്ടെ. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുമാറാകട്ടെ. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. ഏറ്റുപറയാം. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അതുവരെ സമീപിക്കുകയില്ല. നദിയിലെ വെള്ളം പെരുകി വെള്ളപ്പൊക്കം ഉണ്ടായി അത് കരകവിഞ്ഞ് ഒഴുകും. അതുപോലെ കഷ്ടതകൾ നിനക്കെതിരെ കരകവിഞ്ഞ് ഒഴുകിയാലും നിന്നെ സമീപിക്കുകയില്ല. കാരണം കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകും. നമുക്ക് ലഭിക്കേണ്ട ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ പാപം ക്ഷമിക്കണം. എൻ്റെ പാപം ഞാൻ അവിടുത്തെ ഏറ്റു പറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ ഞാൻ കർത്താവിനോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. അപ്പോൾ ദൈവം നിൻ്റെ പാപം ക്ഷമിച്ചുവെന്ന് നീ ഉറപ്പാക്കണം. അത് ഉറപ്പാക്കണമെങ്കിൽ നീ കർത്താവിൻ്റെ വചനം അനുസരിക്കണം. ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായാൽ മാത്രമേ കർത്താവിൽ നിനക്ക് വിടുതൽ വരികയുള്ളൂ. കൈകുത്തി പിടിച്ചുകൊണ്ട് ദൈവമേ എന്നോട് കരുണ തോന്നി, എൻ്റെ ജീവിതത്തിൽ എന്നെ കെട്ടിയിട്ടിരിക്കുന്നതായ ശാപങ്ങളെയും ബന്ധനങ്ങളെയും അടിച്ചു മാറ്റുവാൻ കർത്താവെ, ഞാൻ എന്നെ തന്നെ മാറ്റുവാൻ, ഞാൻ എല്ലാവരോടും ക്ഷമിക്കുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ, എല്ലാം സഹിക്കുവാനുള്ള ശക്തി നിങ്ങളുടെ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ വചനം വഴി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, സ്തോത്രം അങ്ങേക്ക് മഹത്വം. നന്ദി സ്തുതിച്ചേ. കർത്താവിൻ്റെ വലിയ കരുണ ഇറങ്ങി വരികയാണ്, വലിയ അഭിഷേകം ഇറങ്ങി വരികയാണ്. ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, അന്ധകാരം വിട്ടു മാറട്ടെ, വെറുപ്പിന്റെ ദുരാത്മാക്കൾ വിട്ടു മാറട്ടെ, സാത്താൻ വിട്ടു മാറ്, അടിമകൾ വിട്ടു മാറ്, തലമുറകൾ വിട്ടു മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി ശ്രദ്ധിക്കുക. സ്വർഗത്തിൽ വലിയ അഭിഷേകം ഇറങ്ങി വരികയാണ്. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. Hallelujah, glory. Hallelujah, glory. Hallelujah, glory.
സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഗ്ലോറി ആരാധന, ഗ്ലോറി ആരാധന, ഗ്ലോറി ആരാധന. യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന. അവിടുത്തെ വചനവും അവിടുത്തെ പരിശുദ്ധാത്മാവും നിന്നെ വിടുവിക്കട്ടെ, നിന്നെ ശുദ്ധീകരിക്കട്ടെ, നിന്നെ സ്വതന്ത്രനാക്കട്ടെ, സ്വതന്ത്രയാക്കട്ടെ. നിന്റെ മേലുള്ള കെട്ടുകളെ തകർത്ത് കളയട്ടെ, അടിച്ചു കളയട്ടെ. ബി ഫ്രീ, ബി ഫ്രീ, ബി ഫ്രീ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ. ഷിയാലം ബറ 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 ബറ. നമ്മുടെ കരങ്ങൾ അടിച്ചുകൊണ്ട് തന്നെ നീ പറയാം. എല്ലാ ബന്ധങ്ങളും തകർന്ന നല്ല ശക്തി ഇറങ്ങി നിറയട്ടെ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനം ആളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനം ആളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. എതിർക്കണം, നാം എതിർക്കണം സാത്താന്റെ ശക്തികളെ. എതിർക്കണം, നാം എതിർക്കണം സാത്താന്റെ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, വെറുപ്പിൻ്റെ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ, യേശുവിൻ നാമത്തിനാൽ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. വലതുകരം ശിരസിലും ഇടതുകരം നെഞ്ചിലും വയ്ക്കുക. നമ്മളടയ്ക്കുക. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തിയുള്ളവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ തരത്തിലുള്ള പാമ്പുകളും തേളുകളും ശത്രുവിൻ്റെ എല്ലാ ശക്തികളും എൻ്റെ ഹൃദയത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്നും പിഴുതെറിയുന്നു, വിട്ടുപോകട്ടെ. സകല അടിമകളെ, സകല പാപശക്തികളെ, വെറുപ്പിൻ്റെ ശക്തികളെ, അശുദ്ധാത്മാക്കളെ, അന്ധകാരത്തിൻ്റെ അധിപന്മാരെ, I bind you, I command you to come out and to surrender in the mighty name of Spirit in Jesus. എല്ലാം കീഴടങ്ങി വിട്ടുമാറിപ്പോട്ടെ, വിട്ടുമാറിപ്പോട്ടെ. ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ വിട്ടുമാറിപ്പോട്ടെ. രോഗങ്ങൾ വിട്ടു മാറട്ടെ. കൈ അവിടെ വെച്ച് തന്നെ ശ്രദ്ധിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ആരാധന, ഗ്ലോറി ആരാധന, ഗ്ലോറി ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം, നന്ദി അങ്ങേക്കും, മഹത്വം, ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹീതനാകും.
നമ്മുടെ എല്ലാ തലമുറകളെയും എല്ലാ ആത്മാക്കളെയും പരിശുദ്ധ വഴി പിതാവിന് സമർപ്പിച്ചുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ ആധിപത്യവും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അധികാരവും ശക്തിയും ഭരണവും പരിശുദ്ധാത്മാവ ദൈവത്തിൻ്റെ നിറവും നിയന്ത്രണവും നിന്നോട് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആധിപത്യവും അധികാരവും ശക്തിയും സംരക്ഷണവും അതിശയവും എപ്പോഴും എന്നോട് ഉണ്ടായിരിക്കട്ടെ. അമേൻ, അമേൻ, അമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവേ മരിയ, അവേ മരിയ.